ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ മുട്ടയപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ മുട്ട ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിക്കും മുട്ടക്കറിക്കും എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത്. അപ്പോൾ ഇതിനായിട്ട് 1.5 കപ്പ് പച്ചരി ഓവർനൈറ്റ് സോക്ക് ചെയ്തത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഫൈനായിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് കൂടി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. ഇഡ്ലി മാവിനേക്കാൾ ഒരല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തവി മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടയപ്പം കിട്ടുന്നതിനായിട്ട് ഓയിലിന്റെ ചൂട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇനി ഈ കോരി ഒഴിച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ ഒന്ന് പൊന്തി വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ചട്ടിയിൽ നിന്നൊന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നന്നായി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ രുചികരമായിട്ടുള്ള മലബാർ സ്പെഷ്യൽ മുട്ടയപ്പം റെഡി.